ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളതാണ്. കുട്ടികൾ അവരുടെ പഠന നിലവാരം എങ്ങനെ ഉയർത്താം, എന്തൊക്കെയാണവർ പഠിക്കേണ്ടത്, അതുപോലെ തന്നെ അവർക്ക് പഠിക്കുന്നതിന് വേണ്ടി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യണം. അവർ എപ്പോൾ പഠിക്കണം എന്നൊക്കെയുള്ള ചിന്ത അവരിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ അവരുടെ ഓരോ സബ്ജക്റ്റിനും എത്രമാത്രം സമയം വേണ്ടി വരും, അതിനൊക്കെ ഒരു ഡെയിലി റുട്ടീൻ എടുക്കണം. അതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള അവരുടെ ഒരു ഹോബി, ഇതിലൂടെ ഒക്കെ കടന്നു പോയാൽ നന്നായിട്ട് പഠിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കുട്ടികൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. ബോറിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടി അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചില റെസ്റ്റൊക്കെ എടുക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുട്ടികൾ രസകരമായിട്ടവർക്ക് പഠിക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഓണപരീക്ഷയൊക്കെ അടുത്തിരിക്കുകയാണ്. പഠിത്തം എന്ന് പറയുന്നത് നമുക്ക് വളരെ കളിത്തമാശയോടുകൂടി ചെയ്യുവാൻ സാധിക്കും. അവരുടെ പേരൻസിന് നല്ല ഇൻവോൾവ്മെൻറ്റ് കുട്ടികളുടെ പഠനത്തിൽ ഉണ്ടാകണം. വന്നാൽ ഇതിനെ പഠിക്കു കുട്ടി എന്ന് പറയുന്നതിന് പകരം മോൻ പോയി അല്ലെങ്കിൽ മോൾ പോയി റെസ്റ്റ് എടുക്കൂ എന്ന് പറയണം. അതുപോലെ തന്നെ പ്രീവിയസ് ലെസൺസൊക്കെ അവർ പഠിക്കണം. അതിന് തുല്യ പ്രാധാന്യം കൊടുക്കണം. ഓരോ പാഠവും പഠിക്കുമ്പോൾ കഴിഞ്ഞ പാഠങ്ങളുടെ കുറച്ച് ഭാഗമെങ്കിലും അവർ ചേർത്ത് പഠിക്കണം. അങ്ങനെയെങ്കിൽ അവരത് മറന്നു പോകില്ല. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവർ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർക്ക് ഓർമ്മശക്തി എടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ഫുഡ് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇന്നത്തെ ഫുഡെന്ന് പറയുമ്പോൾ ജങ്ക് ഫുഡ് ഇതൊക്കെയാണ്. അതൊക്കെ വേണ്ട എന്നുള്ളതല്ല. ഇപ്പോൾ ആ ഫുഡൊക്കെയാണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ളത്. എങ്കിലും പലപ്പോഴും പിള്ളേർക്ക് കുറച്ച് ലിക്വിഡ് ഫുഡ്, കഞ്ഞി, പയറ്, ഇതൊക്കെ അവർക്ക് ഫുഡ്, അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് അവർക്ക് കൊടുക്കുവാൻ പേരൻസ് ശ്രദ്ധിക്കണം. കുട്ടികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ കൂടുതലും ചോക്ലേറ്റാണ് അവർ കഴിക്കുന്നത്. എപ്പോഴും ചോക്ലേറ്റ്, ചിക്കൻ കറി, ചിക്കൻ ബിരിയാണി, ഇതൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടത്. അപ്പം അതുപോലെ തന്നെ കുട്ടികളുടെ മനസ്സെപ്പോഴും പീസ് ആക്കി വയ്ക്കണം. അതുപോലെ തന്നെ ഇതിനൊക്കെ അവർക്ക് നന്നായിട്ട് ഉറങ്ങണം. നന്നായിട്ട് ഉറങ്ങിയെങ്കിൽ മാത്രമേ ഒരു കുട്ടിയുടെ മൈൻഡ് ഫ്രീ ആകത്തുള്ളൂ. എപ്പോഴും പഠിക്ക് എന്ന് പറയരുത്. അതുപോലെ തന്നെ പഠിച്ച പാഠങ്ങൾ കുട്ടികൾ എഴുതി പഠിക്കണം. അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് മാറ്ററാണ്, എഴുതി പഠിക്കുക. എഴുതിയൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് പഠനം രസകരമാക്കി മാറ്റുവാൻ സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് അവരുടെ മൈൻഡ് ഫ്രീ ചെയ്യണം. എപ്പോഴും ഒരിടത്ത് ഇരുന്ന് പഠിക്കരുത്. ഇടയ്ക്ക് അവർക്ക് പുറത്തേക്കൊന്ന് പോകുന്നതിനും കാറ്റ് കൊള്ളുന്നതിനും ഇഷ്ടഭക്ഷണം കഴിക്കുന്നതിനും എല്ലാം അവരെ അനുവദിക്കണം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് മാറ്റേഴ്സാണ്.